ആമസോൺ മഴക്കാടുകൾക്ക് നടുവിലായി ആരാലും കണ്ടെത്തപ്പെടാതെ കിടന്ന ഒരു പുരാതന സുവർണ നഗരം. 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ അത് കണ്ടെത്താനായി ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷ് സൈനികനും പരിവേഷകനുമായ മേജർ പേഴ്സി ഫോസറ്റ്. പക്ഷേ ആ കാടിനുള്ളിൽ അയാൾക്ക് നേരിടേണ്ടിയിരുന്നത് പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗങ്ങളെയും വിഷപ്പാമ്പുകളെയും കേട്ടുകേൾവി പോലുമില്ലാത്ത രോഗങ്ങളെയുമായിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറമെ മറ്റൊരു വലിയ അപകടം കൂടി ആ കാട്ടിൽ അയാളെ കാത്തിരിപ്പുണ്ടായിരുന്നു: നരഭോജികളായ മനുഷ്യർ. മേജർ പേഴ്സി ഫോസറ്റിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി 2014 പുറത്തു വന്ന സിനിമയാണ് ദി ലോസ്റ്റ് സിറ്റി ഓഫ് സെറ്റ്. വർഷം 1905. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡിൻ്റെ വിരുന്നിനായി ബ്രിട്ടീഷ് പട്ടാളം ഒരു വേട്ടയ്ക്കിറങ്ങി. മേജർ പേഴ്സി ഫോസറ്റും അവരോടൊപ്പമുണ്ട്. അവർ തങ്ങളുടെ വേട്ടപ്പട്ടികളുമായി ആദ്യം കണ്ട കൊഴുത്ത മാനിന് പിന്നാലെ തന്നെ പായുന്നു. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ ആ മാനിനെ വെടിവെച്ചിടുന്നത് മേജർ പേഴ്സിയാണ്. അങ്ങനെ വേട്ട കഴിഞ്ഞ് അവർ തങ്ങളുടെ കുടുംബത്തിനടുത്തേക്ക് തിരികെ എത്തി. പേഴ്സിയുടെ ഭാര്യ നീനയും മകൻ ജാക്കും അയാളെ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരിക്കൽ നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ ഒരു വേട്ടയ്ക്ക് പോകണമെന്ന് കുഞ്ഞു ജാക്കിനോട് പേഴ്സി പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകിട്ട് ഇരുവരും ആ വിരുന്നിലേക്ക് എത്തി. ഈ മാനിനെ കൊന്നത് ആരാണ്? അയാളെയും നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൂടായിരുന്നു എന്ന് ആർച്ച് ഡ്യൂക്കിൻ്റെ സെക്രട്ടറി ചോദിക്കുമ്പോൾ മാനിനെ പിടിച്ചത് മേജർ പേഴ്സിയാണ്. പക്ഷേ ആർച്ച് ഡ്യൂക്കിനൊപ്പം ഭക്ഷണം കഴിക്കാനും മാത്രമുള്ള ഒരു പാരമ്പര്യമുള്ള ആളല്ല അയാൾ എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുടെ മറുപടി. തന്നെ എന്തുകൊണ്ടാണ് ആർച്ച് ഡ്യൂക്കിനൊപ്പം സപ്പറിന് വിളിക്കാതിരുന്നതെന്ന് പേഴ്സിക്ക് മനസ്സിലായിരുന്നു. പിന്നീട് ഒരിക്കൽ പേഴ്സിയുടെ കമാൻഡർ അയാളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു: നീ നാളെ ലണ്ടനിലേക്ക് പോകണം, ലണ്ടനിലെ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിലേക്ക്. അവർ നിന്നെ വളരെ ഗൗരവമുള്ളൊരു ദൗത്യം ഏൽപ്പിക്കും. നീ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അത് ഒരു നല്ല അഡ്വഞ്ചർ ആയിരിക്കും. അങ്ങനെ പേഴ്സി ലണ്ടനിൽ RGSിലേക്ക് എത്തി. അവിടെ RGS പ്രസിഡന്റ് ജോർജ് ഗോൾഡിയും സെക്രട്ടറി ജോൺ സ്കോട്ട് കെൽറ്റിയും ഉണ്ടായിരുന്നു. മിസ്റ്റർ ഗോൾഡി പേഴ്സിയോട് അയാളുടെ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആമസോൺ നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ, അതായത് ആമസോണിയയിൽ ഇപ്പോൾ ഒരുപാട് റബ്ബർ പ്ലാന്റേഷനുകൾ ഉയർന്നു വരുന്നുണ്ട്. പലതും ബ്രസീലിലും ബൊളീവിയയിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീലും ബൊളീവിയയും തമ്മിൽ അവരുടെ അതിർത്തിയെ സംബന്ധിക്കുന്ന ഒരു തർക്കം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ തർക്കം ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബ്രിട്ടനാണ് മധ്യസ്ഥരായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുടെയും വ്യക്തമായ അതിർത്തി അടയാളപ്പെടുത്തുന്ന ഒരു മാപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതാണ് നിങ്ങളുടെ ദൗത്യം. പക്ഷേ ദൗത്യം കേട്ടപ്പോൾ തന്നെ പേഴ്സി അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു. സർ, എനിക്ക് സർവേയിലൊന്നും താല്പര്യമില്ല. എനിക്ക് പട്ടാളത്തോടൊപ്പം ബാറ്റിൽ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. എന്നാൽ പേഴ്സി തന്നെയാണ് ഇതിന് പറ്റുന്ന ആളെന്ന് അറിയാവുന്ന ഗോൾഡി പറയുന്നു: മിസ്റ്റർ ഫോസറ്റ്, നിങ്ങൾ കരുതുന്ന പോലെ ഇത് വളരെ നിസ്സാരമായൊരു ദൗത്യമല്ല. നിങ്ങൾ ആ കാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ചുറ്റുപാടുകൾ എപ്പോഴും നിങ്ങൾക്ക് എതിരായിരിക്കും. വലിയ രോഗങ്ങൾ നിങ്ങൾക്ക് പിടിപെട്ടേക്കാം. അതിനൊക്കെ പുറമെ നേരിടേണ്ട മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്: ആ കാടുകളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ. നിങ്ങൾ വർഷങ്ങളോളം അവിടെ ചെലവഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ വിജയകരമായി നിങ്ങൾ തിരിച്ചു വന്നാൽ സൈന്യത്തിൽ നിങ്ങളുടെ റാങ്ക് ഉയരും. മദ്യപാനിയും ചൂതുകളിക്കാരനുമായിരുന്ന നിങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയും. ഗോൾഡി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പേഴ്സിക്ക് മനസ്സിലായി. അങ്ങനെ പേഴ്സി കാര്യങ്ങൾ നീനയോടും പറയുന്നു. ദൗത്യത്തിൻ്റെ പ്രാധാന്യം അവർക്കും മനസ്സിലായി. അങ്ങനെ ആ യാത്രയ്ക്ക് നീനയും സമ്മതിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അവർ ഗർഭിണിയാണെന്നുള്ള വിവരവും നീന പേഴ്സിയെ അറിയിക്കുന്നുണ്ട്. ഞാൻ കഴിയുന്നത്ര വേഗം തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് പേഴ്സി അവിടെ നിന്ന് പുറപ്പെട്ടു. കപ്പലിലാണ് അയാൾ ബൊളീവിയയിലേക്ക് പോകുന്നത്. കപ്പലിലായിരിക്കുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് സംശയം തോന്നുന്ന പേഴ്സി മറിഞ്ഞിരുന്ന് തന്നെ പിന്തുടർന്നു വന്നയാളെ പിടിച്ച് വലിച്ച് താഴെയിട്ടു. അയാളുടെ പേര് ഹെൻറി കോസ്റ്റൺ എന്നായിരുന്നു. ഈ എക്സ്പെഡിഷനിൽ പേഴ്സി അസിസ്റ്റ് ചെയ്യാൻ വന്നതായിരുന്നു അയാൾ. റൈഫിളുകളും പിസ്റ്റലുകളും ഉപയോഗിക്കുന്നതിലുള്ള അയാളുടെ മികവാണ് അയാളെയും ഈ ദൗത്യത്തിലേക്ക് നയിച്ചത്. അങ്ങനെ ഇരുവരും കപ്പലിറങ്ങി ട്രെയിനിൽ യാത്ര തുടരുന്നു. അതിനിടയിൽ അവർ സർവേയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. വേർഡെ നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കുകയായിരുന്നു അവർക്ക് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. ബൊളീവിയയുടെയും ബ്രസീലിൻ്റെ ഏകദേശം അതിർത്തിയിൽ നിന്നാണ് ഈ നദി തുടങ്ങുന്നത്. അവിടെ എത്തിയാൽ സർവേ കൂടുതൽ എളുപ്പമാകും. അവിടേക്കുള്ള യാത്ര തുടങ്ങേണ്ടത് ഫസിയേൻഡ ജാക്കോബീന എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. പക്ഷേ അവരുടെ കയ്യിലുള്ള മാപ്പിൽ ആ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഹെൻറിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അതെവിടെയാണെന്നുള്ള ഏകദേശ ധാരണയും അയാൾക്കുണ്ടായിരുന്നു. ആ സ്ഥലം ആമസോണിയയിലുള്ള പഴയൊരു റബ്ബർ ടൗൺ ആയിരുന്നു. അങ്ങനെ ഇരുവരും ആമസോണിയയിലേക്ക് എത്തി. ഇപ്പോൾ അവരുള്ളത് കിഴക്കൻ ബൊളീവിയയിലാണ്. തങ്ങളുടെ കയ്യിലുള്ള മാപ്പും ഉപകരണങ്ങളും പിന്നെ ഹെൻറിക്ക് അറിയാവുന്ന കാര്യങ്ങളും വെച്ച് ഫസിയേൻഡ ജാക്കോബീനയിലേക്ക് അവരെത്തി. ആ കാടിന് നടുവിൽ ഒരു ചെറിയ ടൗൺ തന്നെ അവർ കെട്ടിപ്പടുത്തിരുന്നു. അവിടെ പോർച്ചുഗീസുകാരടങ്ങുന്ന യൂറോപ്യൻസും ആ പ്രദേശത്തുള്ള തദ്ദേശീയരായ ആളുകളും ഉണ്ടായിരുന്നു.
ഇതെല്ലാം കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ലാൻസ് കോർപ്പറൽ മാൻലി എത്തി. അയാളും സർവേയിൽ പേഴ്സിയെ അസിസ്റ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതാണ്. പക്ഷേ അവർക്ക് ദൗത്യം തുടരണമെങ്കിൽ ആ പ്രദേശവാസിയായ, ആ സ്ഥലത്തെക്കുറിച്ച് നന്നായി അറിവുള്ള ഒരാളുടെ സഹായം കൂടിയേ തീരുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരാളെ വിട്ടുകിട്ടാൻ അവിടുത്തെ റബ്ബർ കമ്പനി മുതലാളിയായ ബാരൻ ഡെ ഗൊണ്ടാരസ് എന്ന പോർച്ചുഗീസുകാരനടുത്തേക്ക് അവരെത്തി. ഒരു യുദ്ധമുണ്ടായാൽ അത് തൻ്റെ ബിസിനസ്സിനെ കൂടി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് തൻ്റെ പക്കലുള്ള ഒരു അടിമയെ അവരുടെ കൂടെ അയക്കുന്നത് ബാരനും സന്തോഷമുള്ള കാര്യമായിരുന്നു. ആ അടിമയുടെ പേര് തജ്വി എന്നായിരുന്നു. അയാൾക്ക് കുറച്ചൊക്കെ പോർച്ചുഗീസ് സംസാരിക്കാൻ അറിയായിരുന്നു. ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. പിറ്റേന്ന് ഫസിയൻ്റെ ജാക്കോബീനയിലേക്ക് നീനയുടെ കത്ത് എത്തുന്നുണ്ട്. പക്ഷേ യാത്ര പുറപ്പെടാൻ തയ്യാറായിരുന്നതിനാൽ പേഴ്സി അപ്പോൾ അത് വായിക്കുന്നില്ല. അങ്ങനെ തജ്വിയെയും ബാരൻ ഏർപ്പാടാക്കിയ മറ്റ് 4 സഹായികളെയുമായി അവർ വേർഡെ നദിയുടെ ഉത്ഭവം തേടി യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടരുന്നതിനിടെ സഹായികളിൽ ഒരാൾ പറയുന്നു, ഈ നദിയിൽ നിറയെ മീനുണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ വലയിൽ കുരുങ്ങുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മൾ സത്യത്തിൽ ഇപ്പോൾ ഒരു മരുഭൂമിയിലാണ്, ഒരു പച്ച മരുഭൂമിയിൽ. പിന്നീട് നദിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടിച്ചു തകർന്ന ഒരു ബോട്ട് കരയ്ക്കടിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു. അതിൽ ഒരു മനുഷ്യന് അനക്കമില്ലാതെ കിടപ്പുണ്ടായിരുന്നു. ഇതെന്തു പറ്റിയതാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് മുൻപ് മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ പുറത്തുകൂടി ഒരു അമ്പ് വന്ന് തറച്ചത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുമ്പേ അവർക്ക് നേരെ അമ്പുകൾ പാഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അത് ഒരു ഗോത്രവർഗ്ഗക്കാരായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. പക്ഷേ വെള്ളത്തിൽ നിറയെ പിരാന മീനുകളായിരുന്നു. അപകടം മനസ്സിലാക്കി എല്ലാവരും തിരിച്ച് ചങ്ങാടത്തിലേക്ക് തന്നെ കയറി. അപ്പോഴേക്കും ഗോത്രവർഗ്ഗക്കാരും പിൻവലിഞ്ഞിരുന്നു. അമ്പ് കൊണ്ട് വെള്ളത്തിലേക്ക് വീണയാളെ പിരാന മീനുകൾ തിന്നു തീർത്തു. പിന്നെയും കയ്യിലുള്ള ഭക്ഷണമൊക്കെ വെച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ മാസങ്ങളോളം കടന്നുപോയി. അപ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ പിടിപെട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ തജ്വിക്ക് മാത്രം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ സന്തോഷത്തോടെ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. പേഴ്സി അയാളുടെ അടുത്ത് ചെന്ന് ഇനി എത്ര ദൂരം കൂടി കാണുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾക്ക് അറിയാവുന്ന പോർച്ചുഗീസിൽ അയാൾ മറുപടി പറഞ്ഞു, ഇനി 3 ആഴ്ച കൂടി ഈ നദിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഈ നദി വളരെ അപകടം നിറഞ്ഞതാണ്. പക്ഷേ പണ്ട് ഈ നദിയുടെ തീരത്ത് ഒരു നഗരമുണ്ടായിരുന്നു. നിങ്ങൾ വെള്ളക്കാരിവിടേക്ക് വരുന്നതിന് ഒരുപാട് കാലം മുമ്പ് പൊന്നും ചോളവും വിളഞ്ഞിരുന്ന ഒരു സ്വർണ്ണ നഗരം ഈ കാട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ വെള്ളക്കാർക്കത് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു സങ്കടമുണ്ട്. നോക്കൂ, ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. നിങ്ങളാണ് ഈ കെണിയിൽപ്പെട്ടിരിക്കുന്നത്. പേഴ്സിക്ക് ഇത് കേട്ടിട്ട് ചെറിയ പേടി തോന്നാതിരുന്നില്ല. അത് മാറാനെന്നോണം അയാൾ അക്കാര്യം ഹെൻറിയോടും പറയുന്നുണ്ട്. അവൻ വെറുതെ പറയുന്നത് അവന് വട്ടാണ് എന്നായിരുന്നു ഹെൻറിയുടെ മറുപടി. അങ്ങനെ നീന അയച്ച കത്ത് ഹെൻറിക്ക് കൊടുത്തിട്ട് പേഴ്സി പറയുന്നു, ഈ ഒരു സാഹചര്യത്തിൽ ഈ കത്ത് വായിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ. നീ ഇതൊന്ന് വായിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം മാത്രം എന്താണെന്ന് എന്നോടൊന്ന് പറ. അങ്ങനെ ഹെൻറി ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. നീന കുട്ടികളോടൊപ്പം ഡേവൺ എന്നൊരു സ്ഥലത്തേക്ക് താമസം മാറിയെന്നും അവർക്ക് ഒരു കുഞ്ഞു പിറന്നുവെന്നും അവന് ബ്രയൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അവർ അങ്ങനെ പിന്നെയും യാത്ര തുടർന്നു. ഭക്ഷണമെല്ലാം അപ്പോഴേക്കും തീർന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരും അവശരായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും എന്തോ ഒരു രോഗം ബാധിച്ച് സഹായികളിൽ ഒരാൾ കൂടി മരിച്ചു വീണു. ബാക്കിയുള്ള 2 പേർ മിച്ചമുണ്ടായിരുന്ന ഭക്ഷണത്തിന് വേണ്ടി തല്ലുകൂടാൻ തുടങ്ങി. അക്കൂട്ടത്തിലൊരാൾ പേഴ്സിയെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഹെൻറിയാണ് അയാളുടെ ചെവിക്ക് വെടിവെച്ച് അയാളെ തടയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തജ്വി ദൂരേക്ക് നോക്കി എത്തി എത്തി എന്ന് വിളിച്ചു പറയുന്നത്. അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഹെൻറി ചങ്ങാടത്തിൽ നിന്നിറങ്ങി അലറിക്കൊണ്ട് അവിടേക്ക് ഓടി. മനുഷ്യരാരും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ലാത്തൊരു പ്രദേശത്ത് തങ്ങളെത്തി എന്നുള്ള സന്തോഷമായിരുന്നു അയാൾക്ക്. പക്ഷേ അപ്പോഴേക്കും തജ്വി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ സർവേ തുടങ്ങി. സർവേക്ക് ശേഷം ദിവസങ്ങളായിട്ട് വിശന്നിരുന്ന അവർ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചിട്ടു. പക്ഷെ അപ്പോഴാണ് പേഴ്സി അത് ശ്രദ്ധിക്കുന്നത്. ആ കാഴ്ച അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒരു മനുഷ്യനും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല എന്ന് തങ്ങൾ വിശ്വസിച്ചിരുന്ന ആ കാട്ടിൽ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. അവിടുത്തെ മരങ്ങളിലും കല്ലുകളിലും പല രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തജ്വി പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഇത് ഒരു മനുഷ്യനും എത്താത്ത സ്ഥലമല്ല, വെള്ളക്കാരെത്താത്ത സ്ഥലമാണ്. ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ തജ്വി പറഞ്ഞ പുരാതന നഗരവും ഈ കാട്ടിൽ തന്നെ ഉണ്ടാവണം. പക്ഷേ മുന്നോട്ട് പോയി നോക്കാൻ തുടങ്ങുന്ന അവർക്ക് മുന്നിലേക്ക് ഒരു കരിമ്പുലി ചാടി വീഴുമ്പോൾ അവർ പതിയെ പിന്തിരിയുന്നു. അങ്ങനെ അവിടുത്തെ സർവേ കഴിഞ്ഞ് തങ്ങൾക്ക് കിട്ടിയ കാട്ടുപന്നിയുമായി തിരിച്ചു പോകുമ്പോൾ പേഴ്സി ഹെൻറിയോട് പറയുന്നു, നരകത്തിലേക്ക് വരുന്നതിലും ബുദ്ധിമുട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാനാണ്. പക്ഷേ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരും. നമ്മൾ കണ്ടെത്തിയത് എന്താണെന്ന് ലോകത്തെ അറിയിക്കും.
അങ്ങനെ പേഴ്സിയും സംഘവും നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇംഗ്ലണ്ട് അവരെ ഹർഷാരവങ്ങളോടെ വരവേറ്റു. കുഞ്ഞു ബ്രയനെയും ജാക്കിനെയുമായി നീനയും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചെത്തിയ പേഴ്സിക്കും സംഘത്തിനും വിരുന്നൊരുക്കിയിരുന്നത് ലണ്ടനിലെ സമ്പന്നനും ബയോളജിസ്റ്റുമായ മിസ്റ്റർ ജെയിംസ് മറയുടെ മാളികയിലായിരുന്നു. അപ്പോഴേക്കും പേഴ്സി RG സംഘമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെ യാത്രയിലെ കണ്ടെത്തലുകൾ പേഴ്സി മറയോടും ഗോൾഡിയോടും വിവരിക്കുന്നു. ആമസോണിയ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ട് പോലുമില്ല. അവിടെ മറഞ്ഞു കിടക്കുന്നത് എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് വെള്ളക്കാർക്ക് യാതൊരു ധാരണയുമില്ല. അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ വെള്ളക്കാർ വെറും അടിമകളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഒരു മനുഷ്യനും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിരുന്ന ആ വനത്തിൻ്റെ നടുക്ക് ഞങ്ങൾ ഒരു സംസ്കാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തി. ആ പ്രദേശവാസികൾ പറയുന്നത് ശരിയാണെങ്കിൽ അവിടെ ഒരു പുരാതന നഗരം നിലനിന്നിരുന്നു. ഇനി നമ്മൾ പോകേണ്ടത് ആ പ്രദേശത്തിൻ്റെ മാപ്പ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താൻ കൂടി വേണ്ടിയായിരിക്കണം. പേഴ്സി രണ്ടാമതും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് മറയ്ക്ക് മനസ്സിലായി. ഇത്തവണ പോകുമ്പോൾ തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് അയാൾ പേഴ്സിയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പിന്നീട് പേഴ്സി ഈ കാര്യങ്ങൾ RGSലെ മറ്റംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നത് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതല്ലെങ്കിൽ അപരിഷ്കൃതർ എന്ന് മുദ്രകുത്തി വെള്ളക്കാർ ഇപ്പോൾ അടിമകളാക്കിയിരിക്കുന്ന ഒരു നാടും ജനതയും വർഷങ്ങൾക്ക് മുൻപ് സമ്പന്നവും സമൃദ്ധവുമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. തന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ട് ആ കാട്ടിൽ നിന്ന് താൻ കളക്ട് ചെയ്ത മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ തെളിവുകളും അതോടൊപ്പം തന്നെ ട്രിനിറ്റി കോളേജ് ആർക്കൈവുകളിൽ നിന്ന് നീന കണ്ടെത്തി കൊടുത്ത ഒരു ഡോക്യുമെന്റും പേഴ്സി അവരെ കാണിക്കുന്നു. 1753 ഒരു പോർച്ചുഗീസ് പട്ടാളക്കാരൻ എഴുതിയ അയാളുടെ യാത്രാ വിവരണങ്ങളായിരുന്നു ആ ഡോക്യുമെന്റിലുണ്ടായിരുന്നത്. അതിലും ഇങ്ങനെ ഒരു നഗരം നിലനിന്നിരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടെത്തിയാൽ അത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമായിരിക്കും. ഈ നഗരത്തിന് ഞാനൊരു പുതിയ പേരും ഇട്ടിട്ടുണ്ട്, ദ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ്. പേഴ്സി ഇങ്ങനെ തെളിവുകൾ നിരത്തുകയും മറയും ഹെൻറിയും അതിനെ പിന്താങ്ങുകയും ചെയ്തതോടെ RGS അംഗങ്ങൾ പേഴ്സിയുടെ വാദങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇനിയും പേഴ്സി വർഷങ്ങളോളം മാറി നിൽക്കാൻ പോവുകയാണെന്നുള്ള കാര്യം നീനയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. നീനയും പേഴ്സിക്കൊപ്പം ആ എക്സ്പെഡിഷന് വരാമെന്ന് പറയുന്നു. പക്ഷേ പേഴ്സിയുടെ മറുപടി അത് സ്ത്രീകൾക്ക് പോകാൻ കഴിയുന്നൊരു സ്ഥലമല്ല എന്നായിരുന്നു. പേഴ്സി ആ പറഞ്ഞത് നീനയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതെന്താ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലം? നമ്മൾ രണ്ടാളും എല്ലാ കാര്യത്തിലും തുല്യരാണെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ് അവർ ഒരു ചെറിയ തർക്കത്തിലേക്ക് നീങ്ങി. അവർ പ്രസവ വേദനയെക്കുറിച്ചും സ്ത്രീകളുടെ സഹനശേഷിയെക്കുറിച്ചും എല്ലാം സംസാരിച്ചു തുടങ്ങി. എത്ര പറഞ്ഞിട്ടും നീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കണ്ട് പേഴ്സി അവരോട് ദേഷ്യപ്പെടുന്നു. നമ്മൾ മനസ്സുകൊണ്ട് തുല്യരാണ്, പക്ഷെ ശരീരം കൊണ്ടല്ല. കാട് പ്രസവ വേദന പോലെയല്ല. അവിടെ നമ്മളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും വിഷപ്പാമ്പുകളുണ്ട്. മനുഷ്യന് കേട്ട് കേൾവില്ലാതെ രോഗങ്ങളുണ്ടായേക്കാം. ഇതിനെല്ലാം മറികടക്കണമെങ്കിൽ വർഷങ്ങളുടെ പ്രാക്ടീസ് വേണം, ട്രെയിനിങ് വേണം, സർവൈവിങ് സ്കില്ലുകൾ വേണം. ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കിതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകാതെ ഞാൻ മാത്രം ഈ യാത്രയ്ക്ക് പോകുന്നത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടും നീനയ്ക്കപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഹെൻറിക്കും മറയ്ക്കും മാൻലിക്കുമൊപ്പം പേഴ്സി കാട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മറ അവശനായി തുടങ്ങിയിരുന്നു. അയാൾക്ക് ബാക്കിയുള്ളവരോടൊപ്പം നടന്നെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. അതിനിടയ്ക്ക് ഫസിയേൻ്റെ ജാക്കോബീനയിലേക്ക് എത്തി അവർക്ക് കിട്ടേണ്ട കത്തുകളും വാർത്തകളും എല്ലാം അവർ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹൈറാം ബിങ്ങം എന്ന അമേരിക്കക്കാരൻ പെറുവിലെ മാച്ചു പിച്ചു നഗരം കണ്ടെത്തിയ വാർത്തയും അവരറിയുന്നത്. പക്ഷേ അപ്പോഴാണ് മുൻപത്തെ പോലെ ഒരു അമ്പ് അവരുടെ ബോട്ടിൽ വന്ന് തറച്ചത്. വീണ്ടും ഒരു ഗോത്രവർഗം തങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ബോട്ടിൽ നിന്ന് ചാടി തീരത്തേക്ക് കയറി. ഗോത്രവർഗം അവർക്ക് നേരെ അമ്പുകൾ എയ്തുകൊണ്ടേയിരുന്നു. തങ്ങൾ ശത്രുക്കളല്ല എന്ന് കാണിക്കാനായി പേഴ്സിയും കൂട്ടരും സോൾജിയേഴ്സ് ഓഫ് ക്യൂൻ എന്ന പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് കേട്ടപ്പോൾ അമ്പെയ്യുന്നത് അവർ നിർത്തി. പക്ഷെ എന്നാലും പെട്ടെന്ന് ഒരമ്പ് വന്ന് പേഴ്സിയുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കിൽ വന്ന് തറയ്ക്കുന്നുണ്ട്. ആ ഒരു നിമിഷത്തേക്ക് പേഴ്സി മരണം മുന്നിൽ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞ് ആ ട്രൈബിൽ ചിലർ കാടുകളിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. പേഴ്സിയും പതിയെ അവരുടെ അടുത്തേക്ക് നീങ്ങി. അപ്പോഴും അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് പേഴ്സിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പേഴ്സി പതിയെ അവരുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന മാത്രമേ ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പേഴ്സിയുമായി അവർ പതിയെ കാടിനുള്ളിലേക്ക് മറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് പേഴ്സി കാടിന് പുറത്തേക്ക് വന്ന് കുഴപ്പമൊന്നുമില്ല പോന്നോളാൻ അവരെ ആംഗ്യം കാണിച്ചു. അങ്ങനെ അവർ ആ കാടിന് നടുക്കുള്ള ഗ്രാമത്തിലേക്ക് എത്തി. പ്രശ്നമൊന്നുമില്ല, ഗോത്രത്തലവൻ നമ്മളെ അതിഥികളായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പേഴ്സി സംഘത്തിലുള്ളവരോട് പറഞ്ഞു.
ആ ഗ്രാമത്തിൽ പലയിടത്തായി മനുഷ്യൻ്റെ തലയോട്ടുകൾ ചിതറി കിടപ്പുണ്ടായിരുന്നു. അവർ ഏതോ ഒരു ജീവിയെ കമ്പിൽ കെട്ടിത്തൂക്കി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറേ പതിയെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അയാൾക്കത് മനസ്സിലായത്. അവർ ചുട്ടുകൊണ്ടിരുന്നത് ഒരു മനുഷ്യനെയാണ്. നരഭോജികളുടെ ഗ്രാമത്തിലേക്കാണ് തങ്ങൾ എത്തിപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്ന മറയോട് പേഴ്സി പറഞ്ഞു, പേടിക്കേണ്ട കാര്യമില്ല, ഇത് ഇവരുടെ ഒരു ആചാരമാണ്. ഇവരുടെ ഇടയിൽ മരിച്ചു പോകുന്ന ആളുകളെ ഇവർ ഭക്ഷിക്കും. അങ്ങനെ ചെയ്താൽ മരിച്ച ആളുകളുടെ ആത്മാവ് തങ്ങളുടെ ശരീരത്തിലേക്ക് കയറിക്കൊള്ളുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇവർ മനുഷ്യരെ കൊന്നു തിന്നുന്ന നരഭോജികളല്ല. പക്ഷേ കാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സങ്കല്പിക്കുക പോലും ചെയ്യാതിരുന്ന മറയെ താൻ തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. ഹെൻറിയെയും മാൻലിയെയും തൻ്റെ ഒപ്പം വരാൻ അയാൾ വിളിച്ചിട്ടും അവർ അയാളുടെ ഒപ്പം പോയില്ല. അവർ പേഴ്സിക്കും ഗോത്രത്തലവനുമൊപ്പം ഗ്രാമത്തിനുള്ളിലേക്ക് പോയി. ഈ ഗോത്രത്തലവനും തജ്വിയെ പോലെ പോർച്ചുഗീസ് സംസാരിക്കാൻ അറിയാമായിരുന്നു. പിന്നീട് പേഴ്സി തൻ്റെ കയ്യിലുള്ള ഒരു മാല ഗോത്രത്തലവനും അയാളുടെ മകനും സമ്മാനമായി കൊടുക്കുന്നു. അവരാകട്ടെ തങ്ങളുടെ അതിഥികളെ സ്വീകരിക്കാൻ എന്നോണം മുഖത്ത് പുരട്ടാൻ അവർക്കൊരു ചായവും കൊടുക്കുന്നു. ഗോത്രത്തലവനോട് പേഴ്സി ഉൾക്കാട്ടിലുള്ള ആ നഗരത്തെക്കുറിച്ച് ചോദിക്കുന്നു. അയാളും ആ നഗരത്തെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നദിയിലൂടെ കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ അവിടെയുള്ള ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് അയാൾ പറയുന്നു. പിന്നീട് ആ ഗോത്രവർഗ്ഗക്കാർ മീൻ പിടിക്കുന്നാണ്ട് കോസിന് അത്ഭുതപ്പെട്ടു. എന്തൊക്കെയോ കായ്കൾ ചതച്ച നീര് വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ മീനുകൾ പൊങ്ങി വരുന്നു. പക്ഷേ അതൊന്നും ചത്തല്ല പൊങ്ങി വരുന്നത്. അതിൽ അവർക്ക് ആവശ്യമുള്ള മീനിനെ മാത്രമേ അവർ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മീനുകൾ കുറച്ചു കഴിയുമ്പോൾ ബോധം വീണ്ടെടുത്ത് നീന്തി ദൂരേക്ക് പോകും. ഇതിനേക്കാൾ കൂടുതൽ അവരെ അത്ഭുതപ്പെടുത്തിയത് ഈ ഗോത്രവർഗത്തിൻ്റെ കൃഷി രീതികളാണ്. വെറും അപരിഷ്കൃതരായ നരഭോജികളെന്ന് വെള്ളക്കാർ കണക്കാക്കിയിരുന്നൊരു വർഗം എത്രത്തോളം ശാസ്ത്രീയമായാണ് അവരുടെ കൃഷിയും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പേഴ്സി ഹെൻറിയോട് ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇവരിങ്ങനെയാണെങ്കിൽ സെഡ് എന്ന് പറയുന്ന സ്വർണ്ണ നഗരം എങ്ങനെയായിരിക്കും? പേഴ്സി അപ്പോഴേക്കും അവിടെയുള്ള ആളുകളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും യാത്ര തുടങ്ങി. പക്ഷേ പോകുന്ന വഴിയിൽ അവരൊരാളെ കണ്ടു. അത് വഴിയിൽ അവശനായിരിക്കുന്ന മറയായിരുന്നു. അയാൾ ക്രൂവിൻ്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ ഭക്ഷണമൊക്കെ അപ്പോഴേക്കും തീർന്നിരുന്നു. അയാൾ വഴി തെറ്റി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അയാളുടെ കാലിന് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറയുമായി ഗോത്രത്തലവൻ കൊടുത്തൊരു ചങ്ങാടത്തിൽ അവർ വീണ്ടും നദിയിലേക്ക് ഇറങ്ങി. കുത്തൊഴുക്കിൽപ്പെട്ട് ചങ്ങാടത്തിൻ്റെ ബാലൻസ് തെറ്റുന്നതുകൊണ്ട് മറയോട് ഒതുങ്ങിയിരിക്കാൻ പേഴ്സി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ചങ്ങാടത്തിൻ്റെ ബാലൻസ് പോയി അതിലുണ്ടായിരുന്ന അവരുടെ ഭക്ഷണമെല്ലാം വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങി. ബാലൻസ് തെറ്റുന്നതുകൊണ്ട് ഹെൻറി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കരയിലേക്ക് നീന്താൻ തുടങ്ങി. മറയും പിന്നാലെ വെള്ളത്തിലേക്ക് വീണു. മറയെ ഒഴുകി പോകാതിരിക്കാൻ പിടിച്ചു കിടന്ന പാത്രങ്ങളും പെട്ടികളും എല്ലാം വെള്ളത്തിലേക്ക് വീണു പോയിക്കൊണ്ടേയിരുന്നു. എത്ര പറഞ്ഞിട്ടും ചങ്ങാടത്തിൽ നിന്ന് വിടാൻ മറയെ കൂട്ടാക്കിയില്ല. ഇനിയും അയാൾ അങ്ങനെ പിടിച്ചു കിടന്ന് ചങ്ങാടത്തിലുള്ള സാധനങ്ങളെല്ലാം പോകും എന്നുള്ളതുകൊണ്ട് പേഴ്സി ബലമായ അയാളുടെ കൈ പിടിക്കുന്നു. അങ്ങനെ ഒരുവിധം പേഴ്സി ചങ്ങാടം കരക്കടുപ്പിച്ചു. പിന്നാലെ മറയുമായി ഹെൻറി നീന്തിയെത്തി. പക്ഷേ അപ്പോഴേക്കും അവർ കരുതി വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ 1/3 നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. മറയെ ഇനിയും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അയാളുടെ കാലിലെ മുറിവിൽ ഇൻഫെക്ഷനായി തുടങ്ങിയിരുന്നു. അയാൾ പനിച്ചു വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. മറയെ കാരണം ഇപ്പോഴുണ്ടായിരുന്ന ഭക്ഷണവും തീരാറായി. അവർ യാത്ര പ്ലാൻ ചെയ്തതിൽ നിന്ന് 2 ആഴ്ച പിറകിലേക്കുമായി. അങ്ങനെ മറയെ തിരിച്ചു പറഞ്ഞയക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പേഴ്സി അയാളോട് പറയുന്നു. ഈ നദിക്ക് തെക്ക് ഭാഗത്ത് ഒരു ഖനിയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള കുതിരയും കുറച്ച് ഭക്ഷണവും തന്ന് ഞങ്ങൾ നിങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. നിങ്ങളെ വഴി കാണിക്കാൻ ഞാൻ ഗോത്രത്തലവനോട് പറഞ്ഞ് ഒരാളെയും ഏർപ്പാടാക്കാം. ഖനിയിലെത്തിയാൽ നിങ്ങളെ അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് അയക്കാനുള്ള കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കാം. എനിക്ക് ഒരു കുടുംബമുണ്ട്. നിങ്ങളെയുമായി കാട്ടിലൂടെ നടന്ന ഒരുപക്ഷെ എനിക്ക് അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് കേട്ട് മറ പറയുന്നത് ഇങ്ങനെയാണ്: നീ എന്നെക്കുറിച്ചോ ബാക്കിയുള്ളവരെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. നിന്റെ കുടുംബത്തെക്കുറിച്ച് പോലും നീ ചിന്തിക്കുന്നില്ല. നിന്റെ മനസ്സിൽ എപ്പോഴും ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ആ നശിച്ച നഗരത്തെക്കുറിച്ചുള്ള ചിന്ത. പേഴ്സി ഇതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആകെയുള്ളൊരു കുതിരയും കുറച്ച് ഭക്ഷണവും കൊടുത്ത് പേഴ്സി മറയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും അവർ യാത്ര തുടർന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും അവർ പിന്നോട്ട് പോയില്ല. നഗരത്തിൻ്റെ കൂടുതൽ തെളിവുകൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനിടയ്ക്കാണ് അവരത് മനസ്സിലാക്കിയത്. പോകും മുൻപ് മറ മിച്ചമുണ്ടായിരുന്ന ഭക്ഷണത്തിൽ മുഴുവൻ പാരഫിനൊഴിച്ച് നശിപ്പിച്ചിരിക്കുന്നു. നമ്മൾ സെഡിന് തൊട്ടടുത്തെത്തി, നമുക്കത് കണ്ടെത്താതെ തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് പേഴ്സി പറയുന്നുണ്ടെങ്കിലും ഹെൻറിയും മാൻലിയും അത് സമ്മതിച്ചില്ല. നമ്മുടെ കയ്യിൽ ഇനി ഭക്ഷണമില്ല, സെഡ് ഉടനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അത് കണ്ടെത്തിയിട്ട് തിരിച്ചു പോകാൻ നിന്നാൽ തിരിച്ചു പോകാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന് ഹെൻറി പറയുമ്പോൾ പേഴ്സിക്കും മുന്നോട്ട് പോകണമെന്ന് നിർബന്ധം പിടിക്കാൻ മനസ്സ് വന്നില്ല. ഭക്ഷണമില്ലാതെ ഇനിയും തൻ്റെ ക്രൂവിനോടൊപ്പം മുന്നോട്ട് പോകുന്നത് ശരിയാവില്ല എന്ന് പേഴ്സിക്ക് മനസ്സിലായി. അങ്ങനെ ആ യാത്ര അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു.
പേഴ്സിയും സംഘവും കാടിറങ്ങി. തങ്ങൾ തിരിച്ചിറങ്ങി എന്നുള്ള കാര്യവും മറയെ തിരിച്ചയച്ചു എന്നുള്ള കാര്യവും പേഴ്സി RGSന് ടെലിഗ്രാം അയച്ചു. പക്ഷേ അപ്പോഴാണ് പേഴ്സി ആ വാർത്ത കാണുന്നത്. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡ് അസാസിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, ഒന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെച്ച അതേ അസാസിനേഷൻ. അങ്ങനെ പേഴ്സി വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ തൻ്റെ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് അയാൾ തിരിച്ചെത്തിയത്. അപ്പോഴേക്കും അവർക്ക് ജോവാൻ എന്നൊരു പെൺകുട്ടി കൂടി ജനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് പേഴ്സിയും സംഘവും നേരെ എത്തുന്നത് RGSലേക്കാണ്. അവിടെ അപ്പോഴേക്കും മറയും എത്തിയിട്ടുണ്ടായിരുന്നു. പേഴ്സിയും സംഘവും അയാളെ വഴിയിൽ ഉപേക്ഷിച്ചു എന്നയാൾ RGSന് പരാതി കൊടുത്തിരുന്നു. ഇതിന് വിശദീകരണം നൽകാനാണ് പേഴ്സി അവിടേക്ക് എത്തിയത്. അയാൾ നടന്ന കാര്യങ്ങളെല്ലാം RGSന് മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും മറയെ സമ്മതിച്ചു കൊടുത്തില്ല. പേഴ്സി അയാളോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ അയാൾ പരാതി പിൻവലിക്കൂ എന്നയാൾ വാശി പിടിച്ചു. മറയെ പറയുന്നത് കേട്ട് ഹെൻറി പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ ആ കാട്ടിലിട്ട് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലാതിരുന്നാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. എന്നിരുന്നാലും മാപ്പ് പറയാമെന്ന് പേഴ്സി സമ്മതിച്ചു. മിസ്റ്റർ മറേ, ഏറ്റവും ഒടുവിലായി ഞാൻ നിങ്ങളെ കണ്ടത് ഞങ്ങളുടെ അവസാനത്തെ കുതിരയും മിച്ചമുണ്ടായിരുന്ന ഭക്ഷണവും തന്ന് നിങ്ങളെ പറഞ്ഞയച്ചപ്പോഴാണ്. ഞാൻ മാപ്പ് പറയാം, പക്ഷേ നിങ്ങളോടല്ല, എൻ്റെ ക്രൂവിനോട്, നിങ്ങളെപ്പോലെ ഒരാളെ അങ്ങനെ ഒരു യാത്രയിൽ കൂടെ കൂട്ടിയതിന്. ഇത്രയും പറഞ്ഞ് RGSൽ നിന്ന് രാജിവെച്ച് പേഴ്സി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഗോൾഡി അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ചെവി കൊടുക്കാതെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. അപ്പോഴേക്കും ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എത്രയും വേഗം സൈന്യത്തോടൊപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് പേഴ്സിക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു രാത്രി യുദ്ധത്തിന് പോകുന്നതിനെക്കുറിച്ച് ജാക്ക് പേഴ്സിയോട് ചോദിക്കുന്നു. അച്ഛൻ ആമസോണിയയിൽ നിന്ന് തിരിച്ചു വന്നതല്ലേ ഉള്ളൂ, ഇനിയും ഞങ്ങളിട്ടിട്ട് യുദ്ധത്തിന് പോകാൻ തുടങ്ങുകയാണോ? പോയേ പറ്റൂ എന്നുള്ള പേഴ്സിയുടെ മറുപടി കേട്ട് ജാക്ക് അയാളോട് ചോദിക്കുന്നു. അച്ഛൻ ഇത്രയും കാലം ഈ കുടുംബത്തെയും ഉപേക്ഷിച്ച് പല നാടുകളിലൂടെ നടന്നില്ലേ? നിങ്ങൾ ഞങ്ങളെക്കാൾ വില കൊടുക്കുന്നത് ആ കാടിനും അവിടുത്തെ മനുഷ്യർക്കുമാണ്. നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ തിരിച്ചു വന്നത് ഒരു പരാജയമായിട്ടാണ്. ഇത്രയും കേട്ട് പേഴ്സി പെട്ടെന്ന് ജാക്കിൻ്റെ കരണത്തടിച്ചു. നീനെ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ അയാളെ വെറുക്കുന്നു എന്നവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെയും 2 വർഷം കൂടി കടന്നുപോയി. പേഴ്സി ഇപ്പോൾ ഫ്രാൻസിൽ യുദ്ധത്തിന് നടുവിലാണ്. ഹെൻറിയും മാൻലിയും അപ്പോഴും അയാൾക്കൊപ്പമുണ്ട്. അവിടെ വെച്ചാണ് അന്റാർട്ടിക്കയിലേക്കുള്ള ഒരു എക്സ്പെഡിഷനിൽ മറ മരിച്ചു എന്നുള്ള വാർത്ത അവരറിയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു വാർത്ത അവർ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരുന്നത്. ആ യുദ്ധത്തിന് നടുവിലായിരിക്കുമ്പോഴും പേഴ്സിയുടെ മനസ്സിന് സമാധാനം കൊടുത്തിരുന്നത് ആമസോണിയയിലെ ആ നഗരത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജർമ്മൻ സൈന്യം അവർക്ക് നേരെയും അവർ തിരിച്ചും വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പോരാട്ടത്തിനൊടുവിൽ മാൻലി അവിടെ മരിച്ചു വീണു. ജർമ്മൻ സൈന്യം ക്ലോറിൻ ഗ്യാസ് പ്രയോഗിച്ചപ്പോൾ പേഴ്സിയും ബോധം നഷ്ടപ്പെട്ട് അവിടെ വീണു. അപ്പോഴും അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒന്നു മാത്രമായിരുന്നു: മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ആ കാട്ടിലൂടെയുള്ള യാത്ര. പേഴ്സി പിന്നീട് ഉണർന്നെണീക്കുന്നത് ഒരാശുപത്രിയിലാണ്. ക്ലോറിൻ ഗ്യാസ് അയാളുടെ കണ്ണുകളെ ബാധിച്ചിരുന്നു. അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. നീനയും കുട്ടികളും അപ്പോഴും അയാൾക്കടുത്തുണ്ട്. ഉണർന്നെണീറ്റപ്പോഴേ അയാൾ ആദ്യം അന്വേഷിക്കുന്നത് ജാക്കിനെയും ഹെൻറിയുമായിരുന്നു. ജാക്ക് അടുത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹെൻറി പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നീന അയാളോട് പറഞ്ഞു. മയങ്ങിക്കിടന്നപ്പോഴെല്ലാം താൻ കണ്ടത് ആമസോണിയയാണെന്ന് പേഴ്സി പറയുന്നത് കേട്ട് ഡോക്ടർ അയാളോട് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്ക് കാഴ്ച കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കിട്ടിയേക്കാം, പക്ഷേ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടേക്ക് പോകാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ പേഴ്സി കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ജാക്ക് ആദ്യമായാണ് തൻ്റെ അച്ഛൻ കരയുന്നത് കാണുന്നത്. ആ കാട് അയാൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അപ്പോഴേക്കും പേഴ്സിക്ക് അയാളുടെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ പേഴ്സി ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു റിപ്പോർട്ടർ വീട്ടിലേക്കെത്തി. അയാളിൽ നിന്നാണ് പേഴ്സി മനസ്സിലാക്കുന്നത് പേഴ്സിയുടെ യാത്രകൾ ഒരുപാട് ആളുകളെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. റേഡിയോയുടെയും എയർപ്ലെയിൻ്റെയും വരവോടുകൂടി കൂടുതൽ ആളുകൾ ഇത്തരം എക്സ്പ്ലോറേഷനുകൾക്ക് വേണ്ടി ഇറങ്ങി തുടങ്ങിയിരുന്നു. കൂട്ടത്തിൽ അമേരിക്കക്കാരനായ ഹാമിൽട്ടൺ റൈസ് സെഡ് കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും റിപ്പോർട്ടർ പേഴ്സിയോട് പറയുന്നു. അങ്ങനെ ഒരു ദിവസം പേഴ്സി ജാക്കിനൊപ്പം ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജാക്ക് തോക്കുകളൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജാക്ക് തന്നെയാണ് ആ കാര്യം പേഴ്സിയോട് പറയുന്നത്. അച്ഛനെപ്പോഴും സെഡിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ? ആ അമേരിക്കക്കാരൻ അവിടേക്ക് എത്തും മുന്നേ നമുക്ക് അവിടേക്ക് എത്തണം. ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നത്തിലേക്കുള്ള വാതിൽ വീണ്ടും പേഴ്സിക്ക് മുന്നിൽ തുറന്നു. പക്ഷേ അവർക്ക് ഒരാളെ കൂടി കൺവിൻസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം ജാക്ക് തന്നെയാണ് നീനയോട് പറഞ്ഞത്. അവൻ സെഡിനെക്കുറിച്ചും അവിടേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം വാതോരാതെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു.
അപ്പോഴാണ് നീനയ്ക്ക് മനസ്സിലാവുന്നത് ജാക്കും അവൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. അങ്ങനെ നീന അത് സമ്മതിച്ചു. അപ്പോൾ നീ പറയുന്നത് ഞാൻ ഇനി രണ്ടാളെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണമെന്നാണല്ലേ? ജാക്ക് വളരെ എക്സൈറ്റഡായി പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളവനെ നോക്കിക്കോണേ എന്ന് നീന പേഴ്സിയോട് പറയുന്നുണ്ട്. പിന്നീട് പേഴ്സി നേരെ പോകുന്നത് ഹെൻറിയെ കൂട്ടാനാണ്. പക്ഷേ അപ്പോഴേക്കും ഹെൻറിക്ക് ഭാര്യയും കുട്ടികളും എല്ലാം ആയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ യാത്രയ്ക്ക് പേഴ്സിക്കൊപ്പം അയാൾ ഉണ്ടാവില്ല എന്ന് ഹെൻറി പേഴ്സിയെ അറിയിച്ചു. അങ്ങനെ താൻ തൻ്റെ മകനോടൊപ്പം വീണ്ടും സെഡ് തേടി യാത്രയാവുകയാണെന്ന് പേഴ്സി മാധ്യമങ്ങളെ അറിയിച്ചു. യാത്ര പുറപ്പെടും മുമ്പ് ഗോൾഡി അയാളോട് പറയുന്നു, ആ നഗരം അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ അത് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോമ്പസ് അയാളെ കാണിച്ചിട്ട് പേഴ്സി പറയുന്നു, കഴിഞ്ഞ 20 വർഷമായി ഈ കോമ്പസ് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ സെഡിലെത്തിയാൽ ഒരു സിഗ്നൽ എന്നോണം ഇത് ഞാൻ നിങ്ങൾക്കയക്കും. അങ്ങനെ RGSലെ ഏറ്റവും വലിയ ബഹുമതിയായ ഫൗണ്ടേഴ്സ് ഗോൾഡ് മെഡൽ നൽകി അവർ പേഴ്സിയെ ആദരിച്ചു. പിന്നീട് നീനയെയും കുഞ്ഞു ജോവാനെയും ബ്രയനെ ഏൽപ്പിച്ച് ഇരുവരും യാത്ര തുടങ്ങി. റേഡിയോയിലൂടെയും മറ്റും 10 മില്യണോളം ആളുകൾ അവരുടെ യാത്ര ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ഓരോ സ്റ്റേഷനിലും അവർക്ക് ഊഷ്മളമായ യാത്രയയപ്പ് ലഭിച്ചു. അങ്ങനെ 1925 ഏപ്രിലിൽ അവർ ആമസോണിയയിലേക്കെത്തി. ബ്രസീലിൽ നിന്ന് കുറച്ച് സഹായികളെയും അവരവരുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. താൻ മുൻപ് പോയ വഴികളിലൂടെയെല്ലാം പേഴ്സി ജാക്കിനെയും കൊണ്ടുപോയി. അപ്പോഴേക്കും ഫസിയേൻ്റെ ജാക്കോബീന എല്ലാം നശിച്ചു കഴിഞ്ഞിരുന്നു. ഉൾക്കാട്ടിലേക്ക് കയറും മുമ്പ് തങ്ങളുടെ കൂടെ വന്ന സഹായികളുടെ കയ്യിൽ നീനയ്ക്ക് അയക്കാനായ ഒരു കത്തും പേഴ്സി ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൂടെയുള്ളവർ തിരിച്ച് കാടിറങ്ങി. അതിനിടയ്ക്ക് അവരിരുവരും മറ്റൊരു ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. ആ ഗ്രാമവും പേഴ്സിയെയും ജാക്കിനെയും സ്വീകരിച്ചു. ആ മനുഷ്യരിൽ നിന്ന് കാടിനുള്ളിലുള്ള വലിയൊരു ഗുഹയെക്കുറിച്ച് പേഴ്സി മനസ്സിലാക്കി. ആ ഗുഹയിൽ മനുഷ്യരുടെയും കുതിരകളുടെയും ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഗുഹ ചെന്നെത്തുന്നത് സെഡിലേക്കായിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് പേഴ്സി എത്തി. അങ്ങനെയെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ തങ്ങൾ ആ നഗരത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ള പ്രതീക്ഷ പേഴ്സി നീനയ്ക്കയച്ച കത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ആ വലിയ ഗുഹയും തേടി പിന്നെയും അവർ യാത്ര തുടങ്ങി. എന്നാൽ ഉൾക്കാട്ടിലേക്ക് എത്തുമ്പോൾ തങ്ങളെ ആരോ പിന്തുടരുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി. അത് മറ്റൊരു ഗോത്രവർഗമായിരുന്നു. അവരെ കണ്ട ഉടനെ പേഴ്സി തുവാല വീശി അമീഗോ അമീഗോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. പേഴ്സിക്ക് അപകടം മനസ്സിലായി. ഇവർ തങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. പേഴ്സി ജാക്കിനെയും കൂട്ടി അവിടെ നിന്ന് പതിയെ പിന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ ആ ട്രൈബ് അവരെ വെറുതെ വിട്ടില്ല. അവർ അവരുടെ പിന്നാലെ ഓടി. ഓടുന്ന വഴിക്ക് ഓരോ ആയുധങ്ങൾ ആ ട്രൈബ് അവർക്ക് നേരെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ഓടിയെത്തുന്നത് മറ്റൊരു ട്രൈബിനടുത്തേക്കാണ്. ഈ 2 ഗോത്രങ്ങളും പരസ്പരം ശത്രുക്കളായിരുന്നു. അവർ പരസ്പരം കുന്തമറിഞ്ഞ് വീഴ്ത്താൻ തുടങ്ങി. ഇപ്പോൾ കണ്ട ഗോത്രവർഗ്ഗക്കാർ ജാക്കിനെയും പേഴ്സിയെയും പിന്തുടർന്ന് വന്ന ട്രൈബിനെ വിരട്ടി ഓടിച്ചു. എന്നിട്ട് അവർ പേഴ്സിയെയും ജാക്കിനെയും വളഞ്ഞു. അവർ അവരെ പിടിച്ചുകെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചു. പേടിച്ചിരിക്കുന്ന ജാക്കിനോട് ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട എന്ന് പേഴ്സി പറയുന്നുണ്ട്. പേഴ്സിയും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അപ്പോഴാണ് ഗോത്രതലവൻ അവരെ നോക്കി ഇങ്ങനെ പറഞ്ഞത്, ഇവർ ഈ കാട്ടിലുള്ളതല്ല, ഇവരുടെ ആത്മാക്കൾക്ക് ശാന്തി കൊടുക്കേണ്ടതുണ്ട്. ഗോത്രതലവൻ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ഇപ്പോഴാണ് പേഴ്സിക്ക് ശരിക്കും അപകടം മനസ്സിലായത്. അങ്ങനെ അന്ന് രാത്രി അവരുടെ ആചാരപ്രകാരം കൊളുത്തിവെച്ച പന്തങ്ങൾക്ക് നടുവിലേക്ക് ജാക്കിനെയും പേഴ്സിയെയും അവർ കൊണ്ടുവന്നിരുത്തി. ജാക്ക് അപ്പോൾ പേഴ്സിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ മുൻപ് കണ്ട ആത്മവിശ്വാസം അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഗോത്രത്തലവൻ അവിടേക്ക് വന്ന് അവർക്ക് കുടിക്കാൻ എന്തോ ഒരു പാനീയം കൊടുത്തു. നമ്മളിപ്പോൾ മരിക്കാൻ പോവുകയാണല്ലേ എന്ന് ജാക്ക് പേഴ്സിയോട് ചോദിക്കുന്നു. ഈ ജീവിതം വളരെ നിഗൂഢമായ ഒന്നാണ്. ഈ ലോകത്ത് നമുക്കറിയാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനും നീയും മറ്റാരും പോയിട്ടില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തി. മറ്റാർക്കും അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഹൃദയങ്ങൾക്കറിയാം. ഇത്രയുമായിരുന്നു പേഴ്സിയുടെ മറുപടി. ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് അന്ന് പറഞ്ഞത് ഇപ്പോൾ മാത്രമാണ് ജാക്ക് തിരുത്തി പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു അച്ഛാ. അപ്പോഴേക്കും പാനീയം കുടിച്ച് അവർക്ക് ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ബോധമില്ലാതെ കിടക്കുന്ന അവരെ ആ ഗോത്രവർഗ്ഗക്കാർ കാടിനുള്ളിലെ മറ്റേതോ ഒരു സ്ഥലത്തേക്ക് ചുമന്നുകൊണ്ടുപോയി. പേഴ്സിയും ജാക്കും പിന്നീട് ആ കാട് വിട്ട് പുറത്തേക്ക് വന്നതേയില്ല. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരിക്കൽ നീന ഗോൾഡിയുടെ അടുത്തേക്ക് വന്നു. ഇന്നലെ ബ്രസീലിൽ നിന്ന് തന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. അയാൾ പറയുന്നത് ജാക്കും പേഴ്സിയും ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ജീവിക്കുന്നത് കണ്ടു എന്നാണ്.
അവർ സെഡിലെത്തി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇത് കേട്ട് ഗോൾഡി അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. നീന, അവരെ കാണാതായിട്ട് വർഷങ്ങളായി. 100 കണക്കിന് ആളുകളെ നമ്മൾ അവരെ തിരഞ്ഞ് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും നമുക്കവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യം നീ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ബ്രസീലിൽ നിന്ന് വന്ന ആൾ നീനയ്ക്ക് പേഴ്സിയുടെ കോമ്പസ് കൊടുത്തിരുന്നു. അത് ഗോൾഡിക്ക് കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം എല്ലാം സഹിച്ച് അവരെ കാത്തിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ പ്രതീക്ഷ കൈവിടാൻ എനിക്കാവില്ല. അവർ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഇത്രയും പറഞ്ഞ് നീന അവിടെ നിന്നിറങ്ങി. അവർ അപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. 1954 അവർ മരിക്കുന്നത് വരെയും അവർ തൻ്റെ ഭർത്താവിനും മകനും വേണ്ടി കാത്തിരുന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പേഴ്സി പറഞ്ഞ അതേ സ്ഥലത്ത് സെഡ് എന്ന പുരാതന നഗരം ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തി. പക്ഷേ ജാക്കിനും പേഴ്സിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല.